എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 22-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ആരാണ്? കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ജോർട്ടി എം ചാക്കോയാണ്. ആരാണ്? ജോർട്ടി എം ചാക്കോ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2023-24 സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ വേദി ഏതാണ്? എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. ഓക്കെ, അതായത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഇത്, അരുണാചൽ പ്രദേശ്. അപ്പൊ 2023-24 സന്തോഷ് ട്രോഫി വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. വേദികൾ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇതും ഒരു വേദി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? 2024-ലെ 10ാമത് G20 വിദേശ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത്. 2024-ലെ 10ാമത് G20 വിദേശ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോ. ഓർത്തിരിക്കുക, റിയോ ഡി ജനീറോ. നമ്മുടെ നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഇത്, ഓപ്പറേഷൻ സുതാര്യ. ഓർത്തിരിക്കുക, അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024-ലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ്. 2024-ലെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ്? ഷാറുഖ് ഖാൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആറാമത്തെ ചോദ്യം, ലോക ചിന്താ ദിനം എന്നാണ്? ലോക ചിന്താ ദിനം ഫെബ്രുവരി 22-നാണ്. ഫെബ്രുവരിയിൽ നമ്മൾ കുറെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഡേറ്റ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനമാണ്. ഫെബ്രുവരി 20 എന്താണ്? ലോക സാമൂഹിക നീതി ദിനമാണ്. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമാണ്. ഫെബ്രുവരി 13 തന്നെയാണ് എന്ത്? ലോക റേഡിയോ ദിനവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫെബ്രുവരി 12 രാജ്യാന്തര അപസ്മാര ദിനമാണ്. ഫെബ്രുവരി 10 ലോക പയർവർഗ ദിനമാണ്. ഫെബ്രുവരി 8 ദേശീയ വിരമുക്ത ദിനവും. ഫെബ്രുവരി 7 ആവർത്തന പട്ടിക ദിനവുമാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. നമ്മൾ ഇതിൽ പറയാത്തൊരു ദിവസം കൂടെ ഉണ്ട്, ഫെബ്രുവരി 21 എന്താണ്? മാതൃഭാഷാ ദിനമാണ്. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോയിൽ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ കരസേനയുടെ പുതിയ ഉപമേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024-ലെ COP29 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? എവിടെയാണ്? ബാക്കു, അസർബൈജാനിലാണ്. ഇതും എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ റൂട്ടഡ് ആപ്പിൽ. റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ GK റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും നോളജ് കിട്ടുന്ന വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.